കാവിൻ്റെ അകത്തെ വലിയ പാലയിൽ നിറയെ കടവാവലുകൾ തൂങ്ങിക്കിടക്കുന്നു. അല്പം കൂടി ഇരുട്ടിയാൽ അവ കൂട്ടത്തോടെ ചിറകു വിരിച്ച് പറക്കും. കാവിൻ്റെ മൂലയിലിരുന്ന് പ്ലാത്തി ഒരു താളിയോല കീറി നോക്കി. അയാൾ അത് തൊട്ടടുത്തിരുന്ന കണ്ടന് കൈമാറി. കണ്ടനും അത് സൂക്ഷിച്ചു വായിച്ചു. പ്ലാത്തി കാണിക്കാരുടെ വൈദ്യനും മന്ത്രവാദിയുമാണ്. കുളത്തൂപ്പുഴയിൽ നിന്നും കാട്ടിലൂടെ ദിവസങ്ങൾ നടന്നാണ് അയാൾ കോയിക്കൽക്കാവിലെത്തിയത്. വളരെ ഗൗരവമുള്ള വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിലേ പ്ലാത്തി സാധാരണയായി ഊരുവിടാറുള്ളൂ. വന്ന പാടെ അയാൾ കുഞ്ഞോവനെ കണ്ടു. കണ്ടനെ വിളിപ്പിക്കാൻ പറഞ്ഞു. കുഞ്ഞോവൻ അമ്പലമേട്ടിലേക്ക് ആളെ അയച്ച് കണ്ടനെ വരുത്തി. അപ്പോഴും പ്ലാത്തി കാര്യമൊന്നും പറഞ്ഞില്ല. കണ്ടൻ്റെ തൊട്ടടുത്ത് കറുപ്പയ്യ നിൽക്കുന്നുണ്ട്. അയാളിപ്പോൾ കണ്ടൻ്റെ വിശ്വസ്തനാണ്. കുഞ്ഞോവന് കറുപ്പയ്യെ അത്ര ബോധിച്ചിട്ടില്ല. എങ്ങനെയായാലും പെരുമ്പാറ്റ തന്നെയല്ലേ. പ്ലാത്തിയുടെ വരവ് എന്തിനാണെന്ന് ഇനിയും മനസ്സിലായിട്ടുമില്ല. അയാളുടെ ക്ഷമ കെട്ടു. കണ്ട, നിങ്ങളിങ്ങനെ ഓല നോക്കിയിരിക്കാതെ കാര്യം പറ. കണ്ടൻ നെടുവീർപ്പെട്ടു. ചതി പറ്റി കുഞ്ഞോവ, ചതി പറ്റി. പെരുമ്പാറ്റകൾ മധുര പിടിച്ചു. പാണ്ഡിത്തമ്പുരാനെ തുറുങ്കിലാക്കി. പ്ലാത്തി കൊണ്ടുവന്ന സന്ദേശം അതായിരുന്നു. കുളത്തൂപ്പുഴയിലെത്തിയ പാണ്ഡികളാണ് കാര്യമറിയിച്ചത്. അറിഞ്ഞ പാടെ അയാൾ ഇങ്ങോട്ടേക്ക് തിരിച്ചതാണ്. പ്ലാത്തി ഓല ഭദ്രമായി മടിയിൽ വെച്ചു. ചുറ്റും നോക്കിയിട്ട് പതിയെ പറഞ്ഞു. അറിയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. പന്തളം മന്നൻ്റെ നേരെ പെരുമ്പാറ്റ വരാനിടയുണ്ട്. കമ്പം, തേനി ചുരം കയറി കുട്ടിക്കാനം വഴി എരുമേലി, അതും പിടിച്ച് നേരെ പന്തളം. കണ്ടൻ ഇടപെട്ടു. പന്തളം പിടിക്കാൻ കുറച്ച് പാടുപെടും. പയറ്റിത്തെളിഞ്ഞ പാണ്ടിപ്പടയാണ് പന്തളത്തുള്ളത്. എന്നാലും ഒരു കാര്യമുണ്ട്. അവിടെ പടയെത്തിയിരുന്നത് മധുരയിൽ നിന്നാണ്. അതിനി നിലയ്ക്കും.